നമസ്കാരം. ഇവിടെ ഓട്ടോ എല്ലാവരും ഓട്ടോ തൊഴിലാളികളാണ്. ഒന്ന് ചേർന്ന് വന്നേ, ബൈക്ക് കേൾക്കത്തില്ല. വന്നാണ്. എന്താ ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നാട് മുരടിച്ചു പോയി. ഇനി ഇതിക്കുള്ളൊരു അവസ്ഥ ഇല്ലല്ലോ. ആണോ? സർക്കാർ പെൻഷൻ കൊണ്ടില്ല, ഒന്നുമില്ല. ആണോ? പട്ടിണിയും പരിപാടി. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? സംശയം എന്താ? കൊടിക്കുന്നിന് അനുകൂലമായിട്ട് വോട്ട് വീഴുമോ? ഒന്നും പറയത്തില്ല. ബാബു കലാശാല ആണല്ലേ? അഭിപ്രായങ്ങളല്ലേ സാറേ ബൈജു കലാശാല സാറേ, സ്ഥാനാർത്ഥിയുടെ പേര് മാറിപ്പോയി. സ്ഥാനാർത്ഥിയുടെ പേരറിയാതാണ് സംസാരിക്കുന്നത്. വർഗത്തിൽ എഴുതിയേക്കുന്ന സമയത്ത് തോന്നും NDA ജയിക്കത്തുള്ളത്. അത് അദ്ദേഹം പറഞ്ഞു. കൊടിക്കുന്നിലാണോ സാധ്യത? കൊടിക്കുന്നിൽ സാധ്യതയുണ്ട്. ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആണോ ചേട്ടാ? ദിവാസ്വപ്നമാണ്. ചെറുപ്പക്കാരൻ, പുതുമുഖം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സുരേഷ് വരുമ്പോഴും ചെറുപ്പക്കാരനായിരുന്നു. അല്ല, ആയിരുന്നു. അത് അന്ന് അദ്ദേഹത്തിന് 6 വയസ്സ്. അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം വരുമ്പോ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് 6 വയസ്സ്. കൊടിക്കുന്നിൽ സുരേഷ് ഇവിടുന്ന് ജയിച്ചു പോയി ഇന്ത്യ മുന്നണി വന്ന കേന്ദ്രമന്ത്രിയാ. തിരിച്ച് ഇനി മോദി വന്നാൽ പ്രൊട്ടസ്റ്റ് സ്പീക്കറായിട്ട് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്ന കൊടിക്കുന്നില്ല. അല്ല, ശരി. അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണം? മണ്ഡലത്തിൽ എന്ത് ഗുണം? ചേട്ടാ, എന്താ ഗുണം? അറിയത്തില്ല അതിനെ ഗുണത്തെ പറ്റി. ചേട്ടൻ അറിയോ? തീർച്ചയായും. അതെ, എന്ത് ഗുണം? പ്രൊട്ടസ്റ്റ് സ്പീക്കറായിട്ട് അദ്ദേഹം വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ഗുണം? മണ്ഡലത്തിൽ എന്ത് ഗുണം? 5 വർഷം ഇങ്ങോട്ട് വന്നിട്ടില്ല. ചേട്ടാ, നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേര് മാറിപ്പോയത് ട്രോളാവും. ലൈവായി ബൈജു കലാശാല. ചേട്ടാ, ആദ്യം പറഞ്ഞ പേരെന്തായിരുന്നു? ബാബു കലാശാല അല്ലേ? ചേട്ടോ, ഇന്നത്തെ ദിവസം പോയി. എല്ലാവർക്കും തെറ്റുമല്ലോ, അത്രേ ഉള്ളൂ. അത് കാര്യമില്ല. അപ്പൊ ഹാപ്പിയാണ്. എന്താ ചേട്ടാ ഇവിടുത്തെ അവസ്ഥ മൊത്തത്തിൽ? ഒരു നിമിഷം. ആര് വന്നാലും മാറ്റം വേണം. ആര് വരണമെന്ന് പറയുന്നില്ല. ആര് വന്നാലും മാറ്റം വേണം. മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം പോലും രക്ഷപ്പെടൂ. അതിന് സ്റ്റേറ്റ് ആയാലും രാജ്യമാണെങ്കിലും ആര് വന്നാലും മോദിയുടെ ഒരു പ്രതീക്ഷ എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരിക്കും. മോദിക്ക് മാത്രമല്ല, ഈ സംസ്ഥാന ഗവൺമെന്റോ രാജ്യ ഗവൺമെന്റോ എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിട്ടിരിക്കുക. പക്ഷെ ആ പ്രതീക്ഷ പൊതുജനങ്ങളിലോട്ട് വന്നെങ്കിൽ മാത്രമേ പറ്റൂ. അതിവിടെ വരുന്നില്ല. അവരുടെ കയ്യിൽ പണം വേണം, അവർക്ക് ജീവിക്കാൻ ഒരു സാഹചര്യം വേണം, അല്ലേ? അതെന്തോ മാറ്റം വേണം. ആ മാറ്റം ഈ രാജ്യത്ത് ഉടമ്പളം വേണം, അതുപോലെ തന്നെ സ്റ്റേറ്റിൽ വേണം, എല്ലായിടവും മാറ്റം വേണം. ആര് വരണം എന്ന് പറയും. ജനാധിപത്യ മുന്നണിയുടെ അങ്ങനെയാണോ അഭിപ്രായം? മാറ്റം വേണം. ആര് വന്നാലും കൊട്ടാർ മാവേലിക്കര ഇത്തവണ LDFിനൊപ്പമാണ്. ജുമാല. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പം വ്യത്യസ്ത പ്രതികരണങ്ങളുണ്ട്. ബൈജു കലാശാലയ്ക്ക് അനുകൂലമായിട്ട് ഒരു വോട്ടറെ നമ്മൾ കണ്ടു.